നിങ്ങൾ UK പ്രോപ്പർട്ടിയിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. ഡിപ്പെൻഡ് അപ്പോൺ ഓരോരുത്തരുടെ സ്ട്രാറ്റജീസും ഡിഫറെൻ്റ് ആവും. പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒട്ടുമിക്ക നമ്മളിപ്പോൾ UK വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ PSWയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വർക്ക് വിസയിലായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, എല്ലാവരും ഇനീഷ്യലി നമ്മളൊരു ജോബിൻ്റെ ബേസിലാവും പലരും ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതല്ലാതെ നമ്മൾ ഇനീഷ്യലി തന്നെ നമ്മൾ കുറേ ഫണ്ട് കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാവും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ലെവലിലാണ് ഈ ഒരു രാജ്യത്തേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. എല്ലാ കാലത്തും ഇതിലിപ്പോൾ പലരും മനസ്സിൽ ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ അവരൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലർ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം പണ്ടേ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ അങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ എന്താണ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ പലരും എടുക്കണം. അപ്പോൾ അതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ബിസിനസ് മോഡലിനെ കുറിച്ചിട്ട് അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തായാലും നിങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി സെക്ടറിൽ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പല പല സ്ട്രാറ്റജീസും ഉണ്ട്. ബൈയിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ട്, അതേപോലെ തന്നെ റെൻറ്റ് എന്നുള്ള സ്ട്രാറ്റജി ഉണ്ട്, ഡീൽ സോഴ്സിങ് എന്നുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ കൺവേർഷൻ, ലീസ് ഓപ്ഷൻ, പിന്നെ ക്രിയേറ്റീവ് സ്ട്രാറ്റജീസ് ആയിട്ടുള്ള ഇങ്ങനത്തെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പ്രോപ്പർട്ടി സെക്ടറിൽ. അത് പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടുമിക്കത് നമ്മളിവിടെ ഈ ജോബ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഒട്ടുമിക്കതും ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ക്യാഷ് ഫ്ലോ സ്ട്രാറ്റജീസാണ്. അതിൽ പെട്ടിട്ടുള്ളതാണ് ഡീൽ സോഴ്സിങ്ങും റെൻറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ബിഗിനർ ആണ്, പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇല്ല എന്നുള്ള ആ ഒരു ബേസിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഫസ്റ്റത്തെ ഒരു ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് എന്ത് അറിയാം, നിങ്ങൾക്ക് നോളജ് എന്തൊക്കെ മാക്സിമം, ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടുന്നൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ അക്വയർ ചെയ്യാം എന്നുള്ള ലെവലിൽ ഒന്ന് നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഓവറോൾ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനി എന്തൊക്കെയാണ് ആ ഓവറോൾ എന്നുള്ളത് നമ്മൾ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ നാരോ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യത്തിന് ഒട്ടുമിക്കതും പറ്റിയിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഡീൽ സോഴ്സിങ്ങും റെൻറ്റും. അപ്പോൾ ഈ രണ്ട് സ്ട്രാറ്റജീസിൽ ഡീൽ സോഴ്സിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ഫൈൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റിയോ ഫൈൻഡ് ചെയ്ത് കൊടുക്കുക, അതിന് നിങ്ങളൊരു ഫീസ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇത് മാർക്കറ്റിൽ പല പല ഡീൽ സോഴ്സിംഗ് ഉണ്ട്. പല പല സ്ട്രാറ്റജീസിൽ നിങ്ങൾ ഡീല് സോഴ്സ് ചെയ്ത് കൊടുക്കും, ഡീല് ഫൈൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ ഒട്ടുമിക്കതും കൂടുതലും ആൾക്കാർ ആസ് എ ക്യാഷ് ഫ്ലോ എന്നുള്ള ബേസിൽ ചെയ്യാൻ നോക്കുന്ന സ്ട്രാറ്റജിയാണ് റെൻറ്റ്. ഈ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു, ലാൻഡ് ലോഡിൻ്റെയൊക്കെ റെൻ്റ് എടുത്തിട്ട് റെൻറ്റ് ചെയ്യുന്നു. അത് എന്നിട്ട് ഒന്നല്ലെങ്കിൽ അത് ചിലപ്പോൾ HMO ആയിട്ട് റൺ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സർവീസ് അക്കോമഡേഷൻ ആയിട്ട് റൺ ചെയ്യാം. മനസ്സിലായോ? അതല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ ഹൗസിംഗ് പ്രൊവൈഡേഴ്സിനായിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ 2, 3, 4 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആൾക്കാർ ഇന്ന് യൂസ് ചെയ്യുന്നതാണ് HMO, അതേപോലെ തന്നെ സർവീസ് അക്കോമഡേഷൻ എന്നുള്ള ലെവലിൽ. അപ്പോൾ ഈ സർവീസ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി നിങ്ങൾ ഷോർട്ട് ടേം ലെറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലാൻഡ് ലോഡിൻ്റെയൊക്കെ ലോങ് ടേമിൽ ഒരു 3 വർഷത്തേക്ക് 4 വർഷത്തേക്കൊക്കെ കോൺട്രാക്റ്റിൽ വിത്ത് അപ്രൂവൽ കമ്പനി ലെറ്റ് എഗ്രിമെൻ്റ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോപ്പർട്ടി ലാൻഡ് ലോഡിൻ്റെയൊക്കെ എടുക്കുന്നു. എന്നിട്ട് നിങ്ങളത് എന്ത് ചെയ്യുന്നു, ഷോർട്ട് ടേം ലെറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 1000 പൗണ്ടിനാണെന്ന് കൂട്ടുക. ഈ 1000 പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി മാസം ഉള്ളത് നിങ്ങൾ എയർബിഎൻബിയിലും Booking.comലൊക്കെ നൈറ്റ്ലി റേറ്റ് നോക്കിയപ്പോൾ 150 പൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെർ നൈറ്റ്. അപ്പോൾ ഈ 150 പൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് 10 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ 1500 കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി റെൻറ്റ് കവർ ചെയ്തു, പ്ലസ് കുറച്ച് ബിൽസും ഉള്ളത് കവർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വരുന്നത്. എന്തുകൊണ്ട് ഇത് ലാൻഡ് ലോഡിന് ചെയ്തുകൂടാ, എന്തിനാണ് ആ പ്രോഫിറ്റ് ലാൻഡ് ലോഡ് അത് എടുക്കാതെ നമ്മളെ ഏൽപ്പിക്കാൻ നിൽക്കുന്നത് എന്തിനാന്നുള്ളത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കും, ഇതെന്ത് കുന്തത്തിനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് എല്ലാ ലാൻഡ് ലോഡും നിങ്ങളെപ്പോലെ അല്ല ചിന്തിക്കുക. പലർക്കും പല സാഹചര്യങ്ങളാവും. ഇപ്പോൾ ഒരു ലാൻഡ് ലോഡ് ഇങ്ങനെയാണ്, ഞാൻ എല്ലാ പ്രോപ്പർട്ടിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, വേറെ ആർക്കും ഏൽപ്പിക്കുന്നില്ല, എല്ലാ പ്രോഫിറ്റും നമുക്ക് തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ലാൻഡ് ലോഡ് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ റെൻറ്റ് മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജന്മം ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. അതേസമയം നിങ്ങൾ
വേറെ ഒരു ലാൻഡ് ലോഡ് ഉണ്ട് എന്ന് കൂട്ടിക്കോ. പുള്ളിക്ക് ഹെഡേക്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ല, എനിക്ക് മാസം മാസം റെൻറ്റ് കിട്ടിയാൽ മതി, ഇങ്ങനെ പറയുന്ന ലാൻഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ലാൻഡ് ലോഡിനെയാണ് നമ്മൾ കൂടുതലും പിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ലാൻഡ് ലോഡിനോട് നമ്മൾ എന്ത് പറയും? ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് കയ്യിലൊരു ഇൻവെസ്റ്റർ ഉണ്ട്, പുള്ളി നിങ്ങൾക്ക് ഫിക്സഡ് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾ മാസം മാസം റെൻറ്റ് തരും. പക്ഷേ നിങ്ങൾ അവരത് കമ്പനി ലെറ്റായിട്ട് എന്ത് ചെയ്യും? സർവീസ് അക്കോമഡേഷൻ, ഷോർട്ട് ടൈം ലെറ്റായിട്ടോ അങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ലാൻഡ് ലോഡിനാണ് നമുക്ക്, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ലാൻഡ് ലോഡ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ലാൻഡ് ലോഡ് ആവണം, ഇങ്ങനത്തെ സാഹചര്യങ്ങളോട് ഓക്കെ പറയുന്ന ലാൻഡ് ലോഡ് ആവണം. അപ്പോൾ അങ്ങനത്തെ ലാൻഡ് ലോഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലാൻഡ് ലോഡിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺവിൻസിങ് മോഡിലല്ല പോകേണ്ടത്, എങ്ങനെ നമുക്ക് അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യാം എന്നുള്ള ബേസിലാണ് നമ്മൾ ഒരു ലാൻഡ് ലോഡിന് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കിട്ടുന്ന പ്രോപ്പർട്ടി നമ്മളൊരു ഇൻവെസ്റ്റർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ഫീസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ റെൻറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങളിത് വേറൊരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഡീൽ സോഴ്സിങ് ഫീസ് കിട്ടും. പിന്നെ പൊതുവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല. കാരണം ഇട്ടിട്ടുള്ള ഫണ്ട് തിരിച്ച് കിട്ടാൻ തന്നെ ഏകദേശം ഒരു വർഷമോ അല്ലെങ്കിൽ 8 മാസമോ 4 മാസമോ 5 മാസമോ ഡിപ്പെൻഡ് അപ്പോൺ ഒരു പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി, പിന്നെ റിയൽ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെ അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടി നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഞാനൊന്ന് പറഞ്ഞു പോകാം. നിങ്ങളൊരു പ്രോപ്പർട്ടി ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്തെടുക്കും, കോൾ വിളിച്ചിട്ട് ലാൻഡ് ലോഡിനെ വിളിച്ചിട്ടൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യും, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഓവർവ്യൂ എടുത്തിട്ട് അനലൈസ് ചെയ്യും. എന്നിട്ട് ഒരു വ്യൂവിങ് എടുക്കും. വ്യൂവിങ് എടുത്തതിൻ്റെ ശേഷം നിങ്ങളൊരു ഓഫർ പ്ലേസ് ചെയ്യും, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡ്യൂ ഡെലിജൻസ് ഒക്കെ നോക്കിയതിൻ്റെ ശേഷം. എന്നിട്ട് ഓഫർ പ്ലേസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്ക് റെസ്പെക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇൻവെസ്റ്റർ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി എടുക്കും. പ്രോപ്പർട്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്ററുടെ നിന്ന് റെസ്പെക്റ്റീവായിട്ട് ഫീസ് കിട്ടും, സോഴ്സിങ് ഫീ. എന്നിട്ട് അത് ഇൻവെസ്റ്റർ എടുത്തിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ സ്റ്റേജ് ചെയ്തിട്ട് എന്നിട്ട് അത് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഷോർട്ട് ടേം ലെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് അത് വന്ന് ഇൻകം കിട്ടുന്നതിൽ നിന്ന് റെൻറ്റും പരിപാടിയും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ളതാണ് പുള്ളിയുടെ പ്രോഫിറ്റ്. അത് പുള്ളി 3 വർഷത്തേക്കാണ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കൊണ്ട് പുള്ളി ഇട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പുള്ളിക്ക് തിരിച്ച് കിട്ടും. തിരിച്ച് കിട്ടിയതിൻ്റെ ശേഷം ബാക്കിയുള്ള ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടുന്നത് പ്യുവർ പ്രോഫിറ്റ് ആയിട്ടാണ് വരിക കേട്ടോ. ഇതാണ് ഓവറോൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ്. ഇപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഡൗട്ടുകളുണ്ട്. ഞാൻ കമ്പനി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇനീഷ്യലി ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനുള്ള ഒരു എഫേർട്ട് എടുക്കുക. മനസ്സിലായോ? ഡീല് സെല്ല് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഏജൻസിനും ലാൻഡ് ലോഡ്സിനൊക്കെ ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കി നോക്കുക, വ്യൂവിങ് എടുക്കുക. ഇതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പനി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വ്യൂവിങ് എടുക്കുന്നവരെയും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി ഒരു ഓഫർ അയക്കാനാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് കാശ് ഇങ്ങോട്ട് മേടിക്കാനായിട്ട് നിങ്ങളൊരു ഡീല് ഒന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ്, ഇൻവെസ്റ്ററിനേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് വേണ്ടത്, ഇതിൻ്റെ കംപ്ലയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതുവരെയുള്ള സ്റ്റേജസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കമ്പനിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ് ട്രീറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റർ വരികയാണ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് കമ്പനിയുടെ കംപ്ലയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കുറേ വിളിക്കുമ്പോഴാണ് ഒരെണ്ണം വ്യൂവിങ് കിട്ടുക, കുറേ വ്യൂവിങ്ങിന് പോകുമ്പോഴാണ് ഒരെണ്ണം നിങ്ങൾക്ക് ഡീൽ സോഴ്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷമാണ് നിങ്ങൾക്കിത് അത്യാവശ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് വരികയാണ്, ഇത് വിട്ടുപോകുന്ന മൈൻഡ് സെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള പരിപാടിയല്ലത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാശും സംഭവങ്ങളൊക്കെ ചിലവാക്കിയിട്ട് സെറ്റാക്കണമെങ്കിൽ പിന്നെ അതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കി നോക്കുക.